ഒരു ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലം ഏതാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? തീർച്ചയായും നമ്മുടെ കുട്ടിക്കാലം, നമ്മുടെ സ്കൂൾ ലൈഫ്, ശരിയല്ലേ? ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചറുടെ മുഖവും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. ആ ഓർമ്മകളൊക്കെ എത്ര സുന്ദരമായിരുന്നു അല്ലെ? നമുക്കറിയാം, അമ്മയാണ് ഒരു കുട്ടിയുടെ ആദ്യത്തെ ഗുരു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രയാസങ്ങളോടും പരീക്ഷണങ്ങളോടും പൊരുതി ജയിച്ച് ജീവിതത്തിൽ മുന്നേറാനുള്ള ഒരു പാഠം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ടീച്ചർമാരാണ്. അതുകൊണ്ട് ഒരു അധ്യാപിക എന്ന നിലയിൽ ടീച്ചർമാർക്ക് ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ് ഉള്ളത്. നിങ്ങൾ പുതിയ ടീച്ചർമാരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കുട്ടികളുമായിട്ട് നല്ലൊരു കണക്ഷൻ, നല്ലൊരു ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ടീച്ചർമാർക്ക് കുട്ടികളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾ പുതിയ ടീച്ചർമാർക്ക് കുട്ടികളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളുമായിട്ട് ആദ്യം തന്നെ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാല്, ആദ്യം തന്നെ നിങ്ങൾ കുട്ടികളുടെ പേരറിഞ്ഞു വെക്കുക. നിങ്ങൾ പോകുന്ന ഓരോ ക്ലാസ്സിലെ കുട്ടികളുടെയും പേര് നിങ്ങൾ ആദ്യം തന്നെ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അതായത് നിങ്ങൾ ഓരോ കുട്ടികളുടെയും പേര് വിളിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ടീച്ചർമാര് നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ പേര് തീർച്ചയായിട്ടും ഓർത്തു വെക്കണം. രണ്ടാമതായിട്ട് നമ്മൾ പറയും, തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ ഉടനെ തന്നെ ശിക്ഷിക്കണം എന്ന്. പക്ഷേ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഇടയിൽ ഇത് എത്രത്തോളം ശരിയാകും? കാരണം നിങ്ങൾ കുട്ടികളുമായിട്ട് നല്ലൊരു റിലേഷൻ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കുട്ടി ഒരു തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേഷ്യൻസ് ഉണ്ടായിരിക്കണം. മാത്രമല്ല ആ തെറ്റിന്റെ റിയാക്ഷൻ, റിവേഴ്സ് റിയാക്ഷൻ സ്നേഹത്തിന്റെ ഭാഷയിലൂടെയുള്ള ഒരു തിരുത്തലായിരിക്കണം. അതായിരിക്കണം നിങ്ങൾ ടീച്ചർമാരുടെ ആദ്യത്തെ റിയാക്ഷൻ. ചിലപ്പോൾ ആ കുട്ടിക്ക് ഒരുപാട് കുറവുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ ആ കുട്ടിയെ ആദ്യം തന്നെ നിങ്ങൾ സ്നേഹത്തോടെ ഉപദേശിക്കണം. അതിനുശേഷമാണ് നിങ്ങൾ ആ കുട്ടി ചെയ്ത തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അങ്ങനെ പറയുമ്പോഴാണ് ആ കുട്ടിക്ക് താൻ ചെയ്ത തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. മൂന്നാമതായിട്ട്, കുട്ടികൾക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ എല്ലാ കുട്ടികളുമായിട്ടും ഉണ്ടാക്കിയെടുക്കണം. അതായത് ചില കുട്ടികളുണ്ടല്ലോ, അവർക്ക് മനസ്സിൽ തോന്നുന്ന എന്ത് കാര്യവും തന്റെ ഇഷ്ടപ്പെട്ട ടീച്ചറോട് വന്ന് തുറന്നു പറയും. അപ്പൊ ആ കുട്ടി ചിന്തിക്കില്ല, ഇത് ടീച്ചർ പ്രിൻസിപ്പലിനോട് പറയോ അല്ലെങ്കിൽ മറ്റു ടീച്ചർമാരോട് പറഞ്ഞ് എന്നെ കളിയാക്കോ, അങ്ങനൊന്നും ആ കുട്ടി ആ സമയത്ത് ചിന്തിക്കുന്നുണ്ടാവില്ല. അപ്പോ നിങ്ങൾ ടീച്ചർമാരെ കാര്യം എനിക്കറിയാം, നമ്മളിപ്പോ സ്റ്റാഫ് റൂമിൽ ചെന്ന് മറ്റേ ടീച്ചേഴ്സിനോട് ചിലപ്പോൾ ഈ കാര്യം ഡിസ്കസ് ചെയ്യും. അത് ചിലപ്പോൾ ഒരു മോശമായ രീതിയിലൊന്നും ആയിരിക്കില്ല നമ്മൾ മറ്റു ടീച്ചർമാരോട് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ആ കുട്ടി പറഞ്ഞ കാര്യം ഞാനിപ്പോ ഈ ടീച്ചറോട് പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇനി നാലാമതായിട്ട്, ചിലർ പറയും വലിയ കുട്ടികളോട്, അതായത് ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളോട് നമ്മൾ ഒരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്യണം. അവരോട് വളരെ ഗൗരവത്തോടെ ആ ഒരു രീതിയിലാണ് നമ്മൾ പെരുമാറേണ്ടത്. അവരോട് അത്ര ഫ്രണ്ട്ലി ആയിട്ടൊന്നും നമ്മൾ പെരുമാറാൻ പാടില്ല എന്ന്. ശരിക്കും നമ്മൾ ടീച്ചർമാര് ടീനേജ് കുട്ടികളുമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ അവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്താൽ കുട്ടികൾ തെറ്റായ വഴിയിലൂടെ പോകുന്നതിൽ നിന്നും നമുക്ക് അവരെ തടയാൻ വേണ്ടി കഴിയും. നമ്മൾ ടീച്ചർമാർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടികളെ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ ചില ടീച്ചർമാർ കുട്ടികളോട് പറയും, എന്റെ സബ്ജക്ട് നന്നായിട്ട് പഠിച്ചിരിക്കണം, ബാക്കിയൊന്നും എനിക്കറിയണ്ട, എന്റെ സബ്ജക്ട് നീ നന്നായിട്ട് പഠിച്ചിരിക്കണം. അങ്ങനെയൊക്കെ ചില ടീച്ചർമാർ പറയും. പക്ഷേ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ടീച്ചർമാർ എങ്ങനെയുള്ളവരാണെന്ന് അറിയോ? അത്തരത്തിലുള്ള ടീച്ചർമാര് കുട്ടികളോട് പറയും, ആഹാ നീ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ, പാട്ട് പാടുന്നുണ്ടല്ലോ, നന്നായിട്ട് ചിത്രം വരക്കുന്നുണ്ടല്ലോ. അപ്പോ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും. അപ്പോ ഈ പാട്ട് പാടാനും ചിത്രം വരക്കാനും അതുപോലെ ഡാൻസ് ചെയ്യാനും ഒക്കെ പറ്റി ഒരുപാട് വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ കിട്ടും. അപ്പൊ അതൊക്കെ നോക്കി പഠിക്കുകയാണെങ്കിൽ നിന്റെ സ്കിൽ ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന ടീച്ചർമാരെയാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുക. മാത്രമല്ല പാരന്റ്സിനോട് കുട്ടികളുടെ സ്കില്ലിനെ പറ്റി പറയുകയും അവരുടെ ഫ്യൂച്ചറിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ടീച്ചർമാരെയാണ് കുട്ടികൾ ഇഷ്ടപ്പെടുക. ഈ വീഡിയോയിലെ ഏറ്റവും ബെസ്റ്റ് ടിപ്പ് ഇനി പറയാൻ പോകുന്നതാണ്. ഇതുപോലെ നിങ്ങൾ പുതിയ ടീച്ചർമാർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതായത് നിങ്ങൾ ടീച്ചർമാര് നല്ലൊരു അടിപൊളി ലെസൺ പ്ലാൻ ഒക്കെ ഉണ്ടാക്കി സൂപ്പർ ആയിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ട് പ്രിൻസിപ്പൾ അതുവഴി പോകുന്നുണ്ട്.
അതായത് പ്രിൻസിപ്പൾ നിങ്ങളുടെ ക്ലാസ് ഒബ്സർവ് ചെയ്തു. അവസാനം പ്രിൻസിപ്പൾ വന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ടീച്ചറെ, ടീച്ചറുടെ ക്ലാസ് സൂപ്പറാണ്, ടീച്ചർ വളരെ നന്നായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സെന്റൻസ് പ്രിൻസിപ്പളിന്റെ വായിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ടീച്ചർമാരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? നമ്മളിങ്ങനെ പറന്നു പോകും അല്ലെ, മുകളിലേക്ക് പറന്നു പോകും. ശരിയല്ലേ? നമുക്ക് ഭയങ്കര സന്തോഷാവും. പിന്നെ നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു 10 ഇരട്ടി ഉഷാറോടുകൂടി പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോ അതുപോലെ ഒരു ചെറിയ പ്രോത്സാഹനം, ഒരു ചെറിയ മോട്ടിവേഷൻ ഓരോ കുട്ടിക്കും നിങ്ങൾ കൊടുത്താലോ എന്താ സംഭവിക്കുക? ആ കുട്ടി ചെയ്യാൻ പോകുന്ന കാര്യം ഒരു 100 ഇരട്ടി ഉഷാറോടുകൂടി ആ കുട്ടി ചെയ്യും. നമ്മൾ ടീച്ചർമാര് കുട്ടികളുടെ പിറകെ നടക്കും, അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കും, അവരെ വഴക്ക് പറയും, അവർ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് തിരുത്തി കൊടുക്കും. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതേപോലെ തന്നെ കുട്ടി എന്തെങ്കിലും ഒരു ചെറിയ നല്ല കാര്യം ചെയ്താൽ അതുകൂടി നിങ്ങൾ ടീച്ചർമാര് കണ്ടുപിടിച്ച് അവരെ നല്ലോണം പ്രശംസിക്കണം. അങ്ങനെ ചെയ്താലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാല് ഈ കുട്ടികളുടെ ഉള്ളിലുള്ള ക്യൂരിയോസിറ്റിയും സ്കില്ലും ഒക്കെ പുറത്തേക്ക് വരും. പിന്നീട് നിങ്ങൾ ടീച്ചർമാരെ കേൾക്കാൻ വേണ്ടി അവർ കണ്ണും കാതും തുറന്നിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ടീച്ചർമാര് കുട്ടികളെ എവിടെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ ആ സന്ദർഭങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കണം. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ടിപ്സ് പുതിയ ടീച്ചർമാർ, അതായത് ഇപ്പൊ BEdും TTC ഒക്കെ കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ റെഡി ആയി നിൽക്കുന്ന ടീച്ചർമാരുണ്ടാവുമല്ലോ, ആ ടീച്ചർമാര് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. അതിലൂടെ സമാധാനപരമായ ഒരു ടീച്ചിങ് കരിയർ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.